ഇപ്പോൾ വടകര ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് മാറി മാറി വന്നു. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് ഇപ്പോൾ ഷാഫി പറമ്പിൽ തരംഗമാണ് എന്ന് ഷാഫിയും അവകാശപ്പെടുന്നു, UDF അവകാശപ്പെടുന്നു. ഇപ്പോൾ ഷാഫിയുടെ പ്രസംഗങ്ങളൊക്കെ വൈറലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. വടകരയിലെ ഇത്തവണത്തെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? വടകരയിൽ കഴിഞ്ഞ 5 വർഷം 3 ടേമും 15 വർഷവും ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ് ഈ പ്രാവശ്യവും വടകരയിലുള്ളത്. ഒരു മാറ്റവും വടകരയിൽ ഉണ്ടാവില്ല. വടകരയിൽ ഷാഫി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു മണ്ഡലമാണ്. നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക, അത് സാധ്യമാകുമെന്ന് KK ശൈലജ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പാർട്ടിയും ആ രൂപത്തിലാണ് കാണുന്നത്. കാരണം വലിയ സ്വീകാര്യതയാണല്ലോ KK ശൈലജ എന്ന മന്ത്രിക്ക് കിട്ടിയ സ്വീകാര്യത മറ്റ് CPM നേതാക്കളേക്കാൾ കൂടുതലായി ശൈലജയ്ക്കുണ്ട് എന്നൊരു വിലയിരുത്തൽ ശൈലജയെ വടകരയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷെ രമ അത് അങ്ങനെയല്ല കാണുന്നു തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് CPMലെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെക്കാളും പോലെ തന്നെ ശക്തയായ ഒരു കാൻഡിഡേറ്റ്, അങ്ങനെ തന്നെയാണ് ടീച്ചറെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, ഇവിടെ മത്സരിച്ച എല്ലാ ആളുകളും ഈ 2008 ആരംഭിക്ക് ശേഷം ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ സതിദേവി ശക്തയായ കാൻഡിഡേറ്റ് ആയിരുന്നു. ഷംസീർ ഏറ്റവും ശക്തനായ കാൻഡിഡേറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം P ജയരാജൻ, അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു P ജയരാജൻ. അവരെയൊക്കെ തോൽപ്പിച്ച മണ്ഡലമാണ്. അതേപോലെ ഉള്ള ഒരു കരുത്ത് ടീച്ചർക്കുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. രമ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു, ശൈലജയെ കുരുതി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ പാർട്ടി ചെയ്തിരിക്കുന്നതെന്ന്. അതായത് വടകരയിൽ ജയിക്കുകയുമില്ല, ആ രൂപത്തിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ശൈലജയെ കൊണ്ടുവരുന്നു എന്ന രൂപത്തിൽ. പക്ഷെ മറിച്ചുമാകാമല്ലോ. ഇപ്പോൾ ശൈലജയെ പാർട്ടിക്ക് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ അത്ര താല്പര്യമില്ലാത്ത നേതാവ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനം ഇപ്പുറത്ത് നടക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാത്ത ശൈലജയോട് താല്പര്യമുള്ളവർ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു സാധ്യത കൂടെ ഇല്ലേ? അല്ല, ശൈലജയ്ക്കോട് വോട്ട് ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ പറഞ്ഞയച്ചത് കൊണ്ട് ടീച്ചറെ രാഷ്ട്രീയ ഭാവി സത്യത്തിൽ അത് അടയുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ കേരളത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിൽ വനിതാ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പല കാലഘട്ടങ്ങളായി സംസാരിക്കുന്നതാണ്. അതിലൊരു പേരാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതുകൂടി ആ അധ്യായം അടഞ്ഞല്ലോ. അപ്പോൾ അതുതന്നെയാണ് P ജയരാജനെ എങ്ങനെയാണോ വടകരയിൽ മത്സരിപ്പിച്ച് രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത്, അതേ സാഹചര്യത്തിലേക്കാണ് ശൈലജ ടീച്ചറും വരാൻ പോകുന്നത്. ടീച്ചറെ തീർച്ചയായിട്ടും ഇവിടെ കുരുതി കൊടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതോടുകൂടി, കാരണം വെച്ചാൽ ഒന്ന്, അതിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, മട്ടന്നൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പിണറായി വിജയനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിൽ ഒരു തോൽവി ഏറ്റി കഴിഞ്ഞാൽ ആ ഒരു ടീച്ചറിൻ്റെ ഒരു പേരിന് തന്നെ മാറ്റമുണ്ടാവുകയാണ്. ഇനി ബൈ ചാൻസ് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടുത്താമല്ലോ എന്നുള്ള ഈ 2 തോന്നലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചറെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഇന്നില്ല. കാരണം ഇതുപോലെ തന്നെ വേറെ ആരും മത്സരിച്ചാലും ഇവിടെ ജയിക്കാൻ അവർക്ക് കാരണം 7 നിയമസഭാ മണ്ഡലം, 6 മണ്ഡലങ്ങളും LDF ആണ് ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് അവർക്കാണുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് ഇവിടെ. അവിടെ എന്തിനാണ് പിന്നെ അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് അവർ നിൽക്കേണ്ട ആവശ്യം?